പശ്ചിമേഷ്യയിൽ നിന്ന് അതീവ ഗൗരവകരമായ വാർത്തകളാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത്. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തിരിച്ച് ഇറാൻ നടത്തിയ പ്രതിരോധം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ബഹ്റിനിലെ അമേരിക്കൻ നാവികസേന ആസ്ഥാനത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം യുദ്ധത്തിന്റെ ഗതി മാറ്റുകയാണ്. അമേരിക്കയുടെ അഭിമാനമായ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ശക്തി കേന്ദ്രമായ 5ാം കപ്പൽപ്പട എന്തുകൊണ്ടാണ് ആക്രമിക്കപ്പെട്ടത്? എന്താണ് ഈ കപ്പൽപ്പടയുടെ പ്രത്യേകത? നമുക്ക് നോക്കാം. അമേരിക്കൻ നാവികസേനയിലെ കുന്തമുനിയാണ് 5ാം കപ്പൽപ്പട അഥവാ 5th ഫ്ലീറ്റ്. 2ാം ലോക മഹായുദ്ധ കാലത്ത് 1944 ഇത് രൂപീകരിച്ചത്. അന്ന് പസഫിക് സമുദ്രത്തിലെ ജപ്പാനെതിരെയുള്ള പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച ഈ പട പിന്നീട് നിർത്തലാക്കിയിരുന്നു. എന്നാൽ 1995 മധ്യേഷ്യയിലെ എണ്ണപ്പാതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്ക ഇത് പുനഃസ്ഥാപിച്ചു. ഈ കപ്പൽപ്പടയെ അമേരിക്ക ഒരു രാജ്യത്തിന് നേരെ തിരിച്ചു എന്ന് കേട്ടാൽ അതിന്റെ അർത്ഥം ചർച്ചയുടെ സമയം അവസാനിച്ചു എന്നാണ്. കരയിൽ എയർപോർട്ടുകൾ ഇല്ലാതെ തന്നെ ഏത് രാജ്യത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ ചുട്ടരിക്കാൻ കെൽപ്പുള്ള 90ഓളം യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളാൻ കെൽപ്പുള്ള USS ജെറാൾഡ് ആർ ഫോർഡ് ആണ് 5ാം കപ്പൽപ്പടയിലെ മേധാവി. ഒരു ദിവസം 160 മുതൽ 270 തവണ വരെ വിമാനങ്ങൾ പറന്നുയരാനും തിരിച്ചെത്താനും സഹായിക്കുന്ന സംവിധാനം ഇതിലുണ്ട്. അതായത് ശത്രുവിന് ശ്വാസം വിടാൻ പോലും സമയം നൽകാതെ ഓരോ മിനിറ്റിലും ബോംബുകൾ വർഷിക്കാൻ ഈ കപ്പലിന് സാധിക്കും. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20 മുതൽ 25% കടന്നു പോകുന്നത് ഹോർമുസ് കടലിടുക്കിലാണ്. ഇപ്പോൾ 5ാം കപ്പൽപ്പട നിലകൊള്ളുന്നത് ഈ പ്രദേശത്താണ്. ഇവിടെ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ ലോകമെമ്പാടുമുള്ള പെട്രോൾ, ഡീസൽ വില കുതിച്ചുയരും. അറേബ്യൻ കടലിലും ആഫ്രിക്കൻ തീരങ്ങളിലും നടക്കുന്ന കടൽ കൊള്ള തടയാൻ 5ാം കപ്പൽപ്പട മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നു. ഏകദേശം 7000ഓളം സൈനികരും നിരവധി വിമാനവാഹിനി കപ്പലുകളും ഇതിന്റെ ഭാഗമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 5ാം കപ്പൽപ്പടയുമായുള്ള ബന്ധം അതീവ പ്രാധാന്യമുള്ളതാണ്. ഇവർ തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നതും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതും പതിവാണ്. 2022 ഇന്ത്യ ബഹ്റിൻ ആസ്ഥാനമായുള്ള കമ്പൈൻഡ് മാരിടൈം ഫോഴ്സിൽ അംഗമായി. ഇത് 5ാം കപ്പൽപ്പടയുടെ നേതൃത്വത്തിലുള്ള 40ലധികം രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയും സമാധാനവും ഈ മേഖലയിലെ സ്ഥിരതയെ ആശ്രയിച്ചിരിക്കുന്നു. 5ാം കപ്പൽപ്പടയ്ക്ക് നേരെയുള്ള ആക്രമണം ഈ മേഖലയെ അശാന്തമാക്കുന്നത് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇറാന്റെ മിസൈലുകൾ നേരിട്ട് ബഹ്റിനിലെ ഈ കേന്ദ്രത്തിൽ പതിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണിത്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലും അബുദാബിയിലെ അൽ ദാഫ്ര ബേസിനും നേരെ ആക്രമണമുണ്ടായി. അബുദാബിയിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ എംബസികൾ ഇതിനകം തന്നെ പ്രവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന ഇടമാണ് ഈ രാജ്യങ്ങൾ. യുദ്ധം മുറുകിയാൽ അത് വിമാന സർവീസുകളെയും എണ്ണവിലയെയും ബാധിക്കും. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ലോകം ഭീതിയോടെയാണ് ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയ്ക്ക് നേരെയുള്ള ആക്രമണം ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.